ഹായ് കൂട്ടുകാരി, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഉണക്കമീൻ എന്ന് കണ്ട് നിങ്ങൾ ഓടിപ്പോവേണ്ട ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരിലും എത്തിക്കാം, അതാണ് ടിപ്സ് കേട്ടോ. സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ സവാള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി അത്യാവശ്യമാണ്. ഈ സാധനങ്ങളെല്ലാം അത്യാവശ്യമാണ്. നമ്മളെ കയ്യിൽ ഉണക്കമീൻ കുറവുണ്ടെങ്കിൽ എങ്ങനെ എല്ലാവരിലും എത്തിക്കാം. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ എണ്ണ ഒഴിക്കുക, ഉണക്കമീൻ എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് അപ്പുറം ഒരുപാട് നേരം വേണ്ട, ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മുളകിടുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വെളുത്തുള്ളി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ടിടും. ഞാൻ നേരത്തെ ഒട്ടിച്ച് പറയുന്നത് പച്ചമുളക് കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അരിഞ്ഞിട്ട് ഉപ്പിട്ട് മാറ്റി വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അത് വിട്ടുപോയി, അപ്പോഴാണ് ഉപ്പിട്ടത്. ഒരു 10 മിനിറ്റോളം വെച്ചിട്ടിടുവാണെങ്കിൽ നമുക്ക് ആ ഉണക്കമീനല്ല പച്ചമുളകൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തൊണ്ടയിൽ കിച്ച് ക്ഷമിക്കൂ. അത് കഴിഞ്ഞ് ഈ മുളകിടുമ്പോഴത്തേക്കും അടച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാം കേട്ടോ. പുതിയ അതായത് പാചകം അറിഞ്ഞിടത്തിരിക്കും ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ചേച്ചി പറഞ്ഞാൽ വിചാരിക്കും ഇങ്ങനെ നിങ്ങൾ ഇട്ടുടനെ തന്നെ അടച്ചു വയ്ക്കണം. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ എരിവ് അധികം ഇല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കാൻ നോക്കുക. അപ്പോൾ അധികം എരിവ് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. സവാള ഇട്ട് എടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് സവാള ശരിക്കും ഇങ്ങനെ വഴണ്ട് വരുന്ന പരുവമല്ല, ശരിക്കും ഒരു ബ്രൗൺ കളറായി തുടങ്ങണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ എന്തിട്ട് കൊടുക്കും, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഉണക്കമീനിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നിങ്ങൾ വിചാരിക്കും എന്തോ ഫ്രൈ തന്നെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അതിൻ്റെ ഉണക്കമീൻ തന്നെ വേണമെന്നില്ല, അതിൻ്റെ കൂട്ട് മാത്രം മതി കഴിക്കാൻ. ഒരു ചമ്മന്തി ഒരു അച്ചാറും കൊണ്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇതിനകത്തോട്ട് ഇനി ചേർക്കാൻ പോകുന്നത്, അതും കൂടെ ചേർത്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോഴത്തേക്കും കരിഞ്ഞു പോകണ്ട. ഒരു 5-6 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ആ പച്ചമുളകൊക്കെ മാറി ഒന്ന് ഇളക്കി നന്നായി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ആ മീനിലോട്ട് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒരു കൊച്ചു ചമ്മന്തി അരച്ച് ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു തൈര് സലാഡും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഉച്ചയ്ക്കിനുള്ളത് കറക്റ്റായിട്ട് അങ്ങ് പോവും, സൂപ്പറായിട്ട് പോവും. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം. വലിയ പാടുള്ള പരിപാടിയല്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടി. എന്നിട്ട് ടേസ്റ്റ് പറയണം. നിങ്ങൾ ചെയ്ത് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം ടേസ്റ്റ് പറയണം കേട്ടോ. എനിക്ക് കമൻറ്റ് ചെയ്യണം. എല്ലാവരും അതിൻ്റെ പുതിയ ആൾക്കാർ കാണുവാണെങ്കിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.